ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ മഷ്റൂം കൊണ്ട് ഒരു അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ അമ്മമാരും അമ്മമ്മമാരും ഒക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്നിവിടെ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തന്നെ മഷ്റൂമിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും 3-4 വട്ടം വെള്ളം ഒഴിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ തൊലികളൊക്കെ അങ്ങ് അടർത്തി കളയാം. ഇവിടെ ഒരു 200 ഗ്രാം അളവിലാണ് കൂൺ എടുത്തിരിക്കുന്നത്. മഷ്റൂമിൻ്റെ പുറത്തുള്ള തൊലികളൊക്കെ ഞാൻ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നായി എടുത്ത് കത്തി കൊണ്ട് ആ ബ്ലാക്ക് കളറിലെ പോർഷനൊക്കെ എടുത്ത് കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. അടുത്തതായി ഏത് പാത്രത്തിലാണോ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂൺ കഷ്ണങ്ങൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കൂണൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ആ മുളകിൻ്റെ ഒക്കെ ആ കുത്തലൊക്കെ പോകുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ട് ആ മുളകിൻ്റെ ഒക്കെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പസമയം കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറി തവി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂൺതോരൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കറിക്ക് വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ കൂൺതോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ ഒന്നിച്ച് ഈ കറി കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.